ക്യാൻസർ ബാധിതയാവുകയും അതിനെ അതിജീവിക്കുകയും ചെയ്ത നിരവധി പേരുണ്ട് നമുക്ക് ചുറ്റും. ഷീബ ബൈജു അവരിൽ ഒരാളാണ്. സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഈ പ്രതിസന്ധി ഘട്ടത്തെ മനോഹരമായി അതിജയിക്കുകയായിരുന്നു ഷീബ ബൈജു. അപ്പോൾ എനിക്കിഷ്ടമായിരുന്നു യൂട്യൂബ് തുടങ്ങാനായിട്ട്, ഭയങ്കര ഇഷ്ടമായിരുന്നു. മോള് 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് ഇവിടാണ്. മോളുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ നമ്മുടെ കോവിഡ് സമയത്ത് കുറച്ചിങ്ങനെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ എടുക്കുമായിരുന്നു. എടുത്തിട്ട് ഇങ്ങനെ എനിക്കൊരു ഫ്രണ്ടുണ്ട്, പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വാങ്ങും. ദുബായിലുള്ള 26 വർഷം വീണ്ടും പുറത്തിറങ്ങാതെ ഹൗസ് വൈഫായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന പെട്ടെന്ന് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം വന്നു. അപ്പോൾ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ ആഗ്രഹം മുന്നോട്ടാണ് എടുത്ത് എന്തായാലും തുടങ്ങാം. എനിക്കൊന്നും അറിയില്ല അതിനകത്ത് ഞാൻ എത്തി. ഇനി റിസപ്ഷനിൽ പോയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് വരാൻ ചേച്ചി, എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാം. നമുക്ക് ഉണ്ടാക്കിയെടുത്തത് കാറായിട്ട് കിട്ടാൻ ഏകദേശം 3 ഫസ്റ്റ് ഇൻട്രോ എടുക്കുമ്പോൾ 80 പ്രാവശ്യം ടേക്ക് പോയി. അപ്പോൾ അത്രയും ക്ഷമയോട് നിന്ന് എടുത്തു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിനകത്ത് നമുക്ക് ചില ഒരു പാഷൻ എന്നൊക്കെ പറയില്ല, ആഗ്രഹം ഭയങ്കരമായിട്ടായിരുന്നു. ഷീ ദ എക്സ്പ്ലോറർ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അത് തന്നെ അവനും അവളും, അല്ലാതെ ഷീ എന്നുള്ളത് അങ്ങനെയല്ല, യെസ്സും അത് അങ്ങനെയാണ് നമ്മൾ ആ ലോഗോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഷീ ദ എക്സ്പ്ലോറിൻ്റെ പെണ്ണുങ്ങൾ ഈ ഒരു ഇതിലേക്ക് വരുന്നത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. എല്ലാവരെ കൊണ്ടും പറ്റുന്നതല്ല, എല്ലാവരും ജോലി ചെയ്യും. ഞാനിവിടെ ആസ്റ്ററിലെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടാണ് പ്രീത വിനോജ്. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാം, ബ്രസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുകയാണ് ഇങ്ങോട്ട്. അങ്ങനെ എമർജൻസി ഒന്നുമില്ല, എന്നാലും പോയി ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അവർ നിർബന്ധിച്ചിട്ടാണ് ഞാനും ഹസ്ബൻഡും കൂടെ പോകുന്നു. അപ്പോൾ ജോ പറഞ്ഞു ചേച്ചി പോയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി എടുക്കാം, ഇൻട്രോ എടുക്കാം. അപ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എൻ്റെ മോന്, മോള്, ഇവരൊക്കെ വീട്ടിൽ. ഞങ്ങൾ അവിടെ ചെന്നു, വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അകത്തേക്ക് കയറിയിട്ട് റേഡിയോളജിസ്റ്റ് എന്നോട് ചോദിച്ചൊരു വേർഡുണ്ട്, എന്തേ വൈകിയത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് എനിക്ക് ഉണ്ടായ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ലോകത്തൊരാൾക്കും പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആകെ തകർന്നു. എന്ത് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ചില സമയത്ത് നമുക്ക് സൗണ്ട് പുറത്തേക്ക് വരില്ല. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല, വെറുതെ പാനിക്കാവുകയാണ്. ഈ ജോ അടക്കം എന്നോട് പറഞ്ഞു ചേച്ചി വെറുതെ പാനിക്കാവുകയാണ്, വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ നിർബന്ധമായിട്ടും ബൈജുവിനോട് പറഞ്ഞു പറ്റില്ല, എനിക്ക് നാട്ടിൽ പോകണം, ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ. എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ ജി ഹോസ്പിറ്റലിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മാമിയാണ്. അപ്പോൾ വിളിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇന്നെങ്കിലും ഇന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഞാൻ കൺഫേം ആയിട്ട്. അപ്പോഴും ഇവർ പറഞ്ഞു ഇല്ല ഇൻട്രോ എടുക്കണം. ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ഇൻട്രോ പറഞ്ഞു. അത് ആ വീഡിയോയിൽ കാണുമ്പോൾ ഫസ്റ്റ് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ അത് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഞാനിനി ജീവിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കൊരു ഉറപ്പില്ല. നേരെ ജി ഹോസ്പിറ്റലിൽ പോകുന്നു. അൻസാർ ഡോക്ടറായിരുന്നു എൻ്റെ സർജൻ. പേപ്പർ എടുത്തതിന് ശേഷം പുള്ളി ഇങ്ങനെ പിക്ചർ വരച്ച് കാണിക്കും, ഇങ്ങനാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ, ഇങ്ങനാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇതിലേതാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ബൈജു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഡോക്ടറോട്, എന്ന് ഞങ്ങൾക്ക് തിരിച്ച് ദുബായിൽ പോകാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു വേർഡാണ്, അതിനി നമ്മൾ ഉടനെ പ്രതീക്ഷിക്കേണ്ടെന്ന് മാത്രമല്ല, ഒരിക്കലും ക്യാൻസർ വന്നൊരു വ്യക്തിക്ക് അത് കഴിഞ്ഞ് നമ്മൾ ജീവിക്കാമെന്നൊരിക്കലും വിചാരിക്കേണ്ട. ഇപ്പം എങ്ങനെയാണോ അതിനോടൊപ്പം നമ്മൾ ജീവിക്കണം എന്നൊരു വേർഡ് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഓർത്തതാണ്, എൻ്റെ ജേണി തുടങ്ങുകയാണ്. ഇവിടെ ഞാൻ തളർന്നാൽ എൻ്റെ പുറത്ത് നിൽക്കുന്നതൊന്നും എനിക്ക് കിട്ടില്ല. പക്ഷേ എന്നെ കാത്ത് ഒരുപാട് മുഖങ്ങൾ വെളിയിലുണ്ട്. പക്ഷേ പിന്നെ 1 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പൊട്ടിക്കരച്ചിൽ കേട്ടോണ്ട് ഞാനിങ്ങനെ വീടിൻ്റെ താഴെ നിന്ന് ഞാൻ ഓടി മേളിലേക്ക് കയറി വരുമ്പോൾ ബൈജു കരയുന്ന കരച്ചിലാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഞാൻ കൺഫേം ചെയ്തു, ഞാൻ പറഞ്ഞു കറക്റ്റാണല്ലേ ബൈജു എന്ന് ഞാൻ ചിരിച്ചോണ്ടാ ചോദിച്ചത്. പിന്നെ ഞാൻ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. അടുത്ത കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ ടൈപ്പുകളുണ്ട്. അപ്പോൾ
എൻ്റേത് HER2 പോസിറ്റീവാണ്, ഇനിയും വരും. അതൊരു 2 വർഷത്തിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ എവിടെ വരുന്നു, എങ്ങനെയാണ് അതിൻ്റെ സ്പ്രെഡിങ് എന്നൊന്നും നമുക്ക് പറയാൻ പോലും പറ്റില്ല. ഞാനൊരിക്കലും വിഷമിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അടുത്തിരിക്കുന്നവരെയൊക്കെ തമാശ പറഞ്ഞും കീമോ വാർഡിൽ ചെല്ലുമ്പോൾ ഇപ്പം വിളിച്ച് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും എന്നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ബൈജു അവിടെ പറയും ഇവൾക്ക് മരുന്ന് മാറി വല്ലതുമാണോ കൊടുത്തത് ഇങ്ങനെ ഇതേക്കുന്നത്. അപ്പോൾ അവർ പറയും അതിനുള്ള മരുന്ന് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൈജുവിൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ക്യാൻസറൊക്കെ അവളെ പേടിച്ച് പോയിട്ടുണ്ടാവുന്നത്. പക്ഷേ അതൊക്കെ എന്നെ സംബന്ധിച്ച് എന്താണെന്നറിയോ, ഭയങ്കര ഒരു മോട്ടിവേഷനായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഫസ്റ്റ് കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കീമോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു ICUവിലായിരിക്കുമോ, എന്തായിരിക്കും സിറ്റുവേഷൻ, കീമോ ഭയങ്കര അയ്യോ കീമോ വേണോ എന്ന് ചോദിച്ചിട്ട് നമ്മളെ ബന്ധുക്കൾ, പക്ഷേ അവരുടെ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കാം വന്നിട്ട് പറയും ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും ഞാൻ മരിച്ചു പോകുമായിരിക്കുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കീമോ ഒരു വഴിക്ക് കിടക്കട്ടെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബൈജുവും പറഞ്ഞു നമുക്ക് വീഡിയോ സ്റ്റാർട്ട്. ഫസ്റ്റ് അങ്ങനെ കളരിപ്പായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിന് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ കയ്യടി അത്രമാത്രം കുട്ടികൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പലപ്പോഴും വീണു, പക്ഷേ ആ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വന്നിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും കീമോയ്ക്ക് കയറും. അപ്പോൾ വാൾപ്പയറ്റ് കണ്ട് തീ പാറുന്ന പോരാട്ടായിരുന്നു. തീ പാറിയപ്പോൾ ഞാനങ്ങ് മാറിപ്പോയി. എനിക്ക് പേടിയുണ്ടായിരുന്നു തെറിച്ചെൻ്റെ പുറത്തോട്ടൊക്കെ വരുമോ. ഇതുണ്ടാവുന്നത് കൂടുതൽ ഈ നമ്മൾ വെജിറ്റബിൾസിനകത്ത് വരുന്ന പെസ്റ്റിസൈഡ്സ് ഭയങ്കര ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയുന്നത്. നമ്മൾ പറയും നോൺ വെജ് കഴിക്കുക, അതിനേക്കാളും അപകടമാണ് ഈ വെജിറ്റബിൾസിനകത്ത് വരുന്ന വിഷം. കീമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ടൈം ടേബിളായിട്ട് മാറി. രാവിലെ തീരെ നമുക്ക് എഴുന്നേക്കാൻ കൂടി പറ്റില്ല. നമ്മൾക്ക് എത്ര അസുഖം ഉണ്ടെങ്കിലും നമുക്ക് ഡെയിലി ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ അതിൻ്റെ ഒരു മനസ്സ് വേണം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ആ കീമോ വാർഡിലുള്ളവർ മാത്രമായിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതൊക്കെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാനൊരു സാധാരണ ഒരിടത്തും പോയിട്ട് ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഞാനൊരു മൈക്ക് പിടിച്ച് സംസാരിച്ചിട്ടില്ല. അന്ന് സംസാരിച്ച് കഴിഞ്ഞിറങ്ങിയപ്പം അവിടുത്തെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു എനിക്കിനി പേടിയില്ല ക്യാൻസറിനെ, ഞങ്ങളൊക്കെ ഇനി വന്ന ഫൈറ്റ് ചെയ്യും. എല്ലാവരും അറിയണം ക്യാൻസർ എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട ഒരു രോഗമല്ല. അതിനെ നമ്മൾ ബുദ്ധിപൂർവ്വം നേരിടണം. ഒരു പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധി എപ്പോൾ വേണോ വരുമ്പം അവർക്ക് കിട്ടുന്നൊരു സപ്പോർട്ട്, അവരെ ഒരിക്കലും നെഗറ്റീവ് ആക്കല്ല. അവരും നിങ്ങളിൽ ഒരാളാണ്, അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്കൊരു സപ്പോർട്ട്, ഒരു നേരമെങ്കിലും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇത് പറ്റും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ അവർ ഉറപ്പായിട്ടും ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ കുടുംബം തന്നൊരു സപ്പോർട്ട്, എൻ്റെ ഹസ്ബൻഡ് തന്ന സപ്പോർട്ട്. പിന്നെ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ വളരെ വളരെ എക്സ്പെൻസീവാണ്. അതിന് പറ്റുന്ന സഹായങ്ങൾ നമ്മളെല്ലാം സമൂഹത്തിലുള്ളവരാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ളവരെ കേട്ട് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്യാതെ നമ്മളെ കൊണ്ടൊക്കെ 50 രൂപ 100 രൂപ ആണെങ്കിൽ പോലും ചെയ്താൽ അത് അവർക്ക് കിട്ടുന്നൊരു വലിയ കാര്യമായിരിക്കും. പക്ഷെ ഞാനിതൊന്നും വകവയ്ക്കാതെ ഞാൻ മലമേൽ പാറ എന്ന് പറഞ്ഞു 5000 അടി ഹൈറ്റിലായിരുന്നു. അതിൽ കയറിയപ്പോൾ വീഡിയോ എടുത്തു. ഇവിടെ വന്നിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്, പക്ഷെ ഞാൻ ഡെയിലി വീഡിയോസ് എടുക്കുന്നുണ്ട്. ഒരു സമയം പോലും ഞാൻ അടങ്ങിയിരിക്കാറില്ല. ഒരു ജിമ്മിലും പോകണ്ട കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നും ഇത് ഇത്ര കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എക്സർസൈസാണ്. ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ പഴയതിനേക്കാളിലും ഇത് തിരിഞ്ഞു വന്നു. പണ്ട് 20% റിക്കവറിയും 80% മരണമായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് 80% റിക്കവറിയും 20% മരണമാണ്.